ഹായ് ഗൈസ്. അപ്പൊ നമ്മുടെ ബിറ്റ്കോയിന്റെയും ഗോൾഡിന്റെയും ഒരു അടിപൊളി പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മുടെ കഴിഞ്ഞ ഗോൾഡിന്റെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ക്രാഷ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ കാണാൻ പറ്റും. ഗോൾഡ് ഓൾമോസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു 5% ഒരു നല്ലൊരു ക്രാഷ് ആണ്. അതുപോലെ നമ്മുടെ ബിറ്റ്കോയിൻ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ വലിയ രീതിയിൽ ഒരു 20%-അടുത്ത് മുകളിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു വലിയൊരു ക്രാഷ് ഉണ്ടാവാനുള്ള റീസൺ ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത് ഈ ഒരു നല്ലൊരു ക്രാഷ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിൻ നോക്കുവാണെങ്കിൽ നല്ലൊരു പാരലൽ ചാനൽ പ്രൈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്ത് മൂവ് ചെയ്യായിരുന്നു. ദെൻ പ്രൈസ് അതിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ദെൻ നല്ലൊരു ഡൗൺ മൂവ്മെന്റ് കിട്ടി. അതുപോലെ നമ്മുടെ ഗോൾഡ് നോക്കുവാണെങ്കിൽ നല്ലൊരു കൺസോൾട്ടേഷനിലായിരുന്നു പ്രൈസ് പൊയ്ക്കൊണ്ടിരുന്നത്. ദെൻ ഇവിടെ വെച്ചായിരുന്നു നമുക്ക് നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ന്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ന്യൂസ് വന്നതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നമുക്ക് ഇത്രയും വലിയൊരു ക്രാഷ് നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്തൊക്കെയാണ് നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കി വെക്കേണ്ടത്, അതുപോലെ ഗോൾഡിലും ബിറ്റ്കോയിനിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഗോൾഡിന്റെ ഒരു 4 ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് പ്രൈസ് നമുക്കറിയാം കുറെ നാളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ആൻഡ് ഈ ഒരു ഏരിയയിൽ വെച്ച്, അതായത് ഇന്നലെ നമുക്ക് ഒരു 6 മണിക്ക് ഈ ഒരു ഏരിയയിലായിരുന്നു നമുക്ക് നല്ലൊരു ന്യൂസ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് 3 ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടായിരുന്നത്. ഒന്ന് നമുക്ക് നമ്മുടെ ആവറേജ് ഹവർലി ഏർണിങ്സും, നോൺ ഫാം എംപ്ലോയ്മെന്റ്, പിന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇങ്ങനെ ഒരു 3 ന്യൂസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 ന്യൂസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്. നമ്മുടെ US-ലുള്ള എക്കോണമീനെ എങ്ങനെ അഫക്ട് ചെയ്യണമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വളരെ ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണിത്. അപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ആവറേജ് ഹവർലി ഏർണിങ്സ്, അതായത് നമ്മുടെ കഴിഞ്ഞ മാസത്തിനെ അപേക്ഷിച്ച് ഈ മാസം എത്രത്തോളം നമ്മുടെ വർക്കേഴ്സിന്റെ വേജസ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡേറ്റയാണ് ഈ ഒരു ആവറേജ് ഹവർലി ഏർണിങ്സ്. സോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് ഒരു 0.3% ആയിരുന്നു. ആൻഡ് വന്നിട്ടുള്ളതും നമുക്ക് ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ മുകളിലോ താഴെയാണ് വന്നെങ്കിലാണ് നമുക്ക് നമ്മുടെ ഡോളറിൽ അല്ലെങ്കിൽ USD നമുക്കൊരു മൊമെന്റ്സും അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നുള്ളൂ. സോ ഇത് സെയിം ലെവലിലായതുകൊണ്ട് തന്നെ നമുക്കത് ഒരു വളരെ ഒരു ഇമ്പാക്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. അതിന്റെ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം ആൾക്കാർ ആക്റ്റീവായിട്ട് ജോബിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ നോക്കിയിട്ടും അവർക്ക് ജോബ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എത്രത്തോളം ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ഡേറ്റയാണ് നമുക്ക് ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് കാണിച്ചു തരുന്നത്. സോ നമുക്കറിയാം ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ ഏത് രാജ്യത്തും വളരെ ഒരു എക്കണോമീനെ ഒരു ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഡേറ്റയാണ്. സോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 4.3% ആയിരുന്നു. ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് ഡേറ്റ വന്നിട്ടുള്ളത്. അതായത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, ഒരു സെയിം ലെവലിൽ തന്നെ പ്രീവിയസ് ആയിട്ട് വന്ന ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് ഡോളറിൽ നമുക്ക് വലിയൊരു മൊമെന്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് നമുക്ക് കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ഉള്ള വളരെ മേജർ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് ഈ ഒരു നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച്, അല്ലെങ്കിൽ NFP എന്ന് പറയും. ഈ ഒരു ഡേറ്റ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ US എക്കണോമിയിലെ എത്രത്തോളം ആൾക്കാർക്ക് കഴിഞ്ഞ മാസം ജോലി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ജോലി പോയിട്ടുണ്ട് എന്നുള്ളൊരു ഡേറ്റയാണ് ഈ ഒരു നോൺ ഫാം എംപ്ലോയ്മെന്റ്. സോ ഇതൊരു വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടൊരു ഹൈ ഇമ്പാക്ട് ന്യൂസ് ആണ്. സോ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 85K എന്നുള്ളൊരു റേഞ്ചിലാണ്. പക്ഷെ നമുക്ക് വന്നത് അതിന്റെ ഇരട്ടിയായിരുന്നു, 172K ആയിരുന്നു അതിന്റെ ആക്ച്വൽ ആയിട്ട് വന്നൊരു ഡേറ്റ. സോ അത് നമുക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടി, ബിസിനസ്സിൽ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എക്കണോമി സ്ട്രോങ് ആവുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു 172K, അതായത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വന്നത്. സോ നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവും. അപ്പൊ എക്കണോമി സ്ട്രോങ് ആകുമ്പോൾ എന്താവും, അവിടുത്തെ കറൻസി ആയിട്ടുള്ള US ഡോളർ സ്ട്രെങ്ത് കൂടും. ആ US ഡോളർ സ്ട്രെങ്ത് കൂടാൻ കാരണം എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത 85Kയിൽ നിന്നും 172Kയിലോട്ട് നമ്മുടെ NFP കൂടിയപ്പോഴത്തേക്കും നമ്മുടെ എക്കണോമി നല്ല സ്ട്രോങ് ആയി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എക്കണോമി സ്ട്രോങ് ആകുമ്പോഴത്തേക്കും നമ്മുടെ US-ലുള്ള ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നിലവിലുള്ള ഒരു സെയിം രീതിയിൽ തന്നെ മുമ്പോട്ട് കുറച്ച് നാളത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കിട്ടും. സോ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ US ബോൺസ് അല്ലെങ്കിൽ US മണി മാർക്കറ്റ്സ്, അതുപോലെ US അസറ്റിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ കാണുന്ന US ബോണ്ടിലും US അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം മേടിക്കേണ്ട US ഡോളറാ, USD. അപ്പൊ USD മേടിക്കുമ്പോഴത്തേക്ക് എന്താവും, നമ്മുടെ ആ ഒരു USD അല്ലെങ്കിൽ ആ ഒരു കറൻസി നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഇപ്പൊ എക്സാമ്പിൾ ഒരുപാട് പേര് ഗോൾഡ് മേടിക്കുക, അപ്പൊ ഗോൾഡിന്റെ വില കൂടാനുള്ള ഒരു ചാൻസ് കൂടുതലല്ലേ, അതാണ് ആ ഒരു സ്ട്രോങ് ആവുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ
നമ്മുടെ US മാർക്കറ്റ്സിൽ കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ US ഡോളർ എന്ന് പറഞ്ഞ കറൻസി സ്ട്രെങ്ത് ആവുന്നു. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഗോൾഡ് ആയിട്ട് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഒരു ഗോൾഡും അതുപോലെ തന്നെ US ഡോളറും നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോറിലേഷൻ ആണ് ഉള്ളത്. അപ്പോൾ US ഡോളർ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമ്മുടെ ഗോൾഡിന് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് പോകും. ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീക്കിലും പറഞ്ഞതാ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ NFPയുടെ ന്യൂസ് വന്ന ടൈമിൽ ഗോൾഡ് നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോയി. ആ ഒരു സെയിം സമയത്ത് നമ്മുടെ ഡോളർ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡിൽ പോയിട്ട് കാണാൻ പറ്റും. അതായത് ആ ഒരു US മാർക്കറ്റ് അല്ലെങ്കിൽ US എക്കണോമി നല്ല രീതിയിൽ സ്ട്രോങ് ആയി എന്ന് കാണിക്കുന്നതാണ് നമുക്കിത്. ആ ഒരു സ്ട്രോങ് ആയ വഴി ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ US മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അത് കാരണമാണ് നമുക്ക് ഈ ഒരു ഗോൾഡിൽ ഇത്രയും വലിയൊരു ക്രാഷ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ അല്ലെങ്കിൽ ഒരു ഇന്നലെ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ പറ്റിയത്. സോ ഇനി നമുക്ക് എന്താണ് ഗോൾഡിലെ നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാനൊന്ന് പറയാം. ഓക്കെ, കറന്റ്ലി ഗോൾഡ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു നല്ല, നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഒരുപാട് നാളായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ കൂടിയാണിത്. സോ ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ലെവലാണിത്. ആൻഡ് പ്രൈസ് ഇത് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലൊരു ക്യാൻഡിൽ, ഒരു ബീറിഷ് ക്യാൻഡിലോട് കൂടി നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇനി നമുക്ക് ഫർദർ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് ആയിട്ടുള്ള ഈ ഒരു ഏരിയ വരുന്ന ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ. ഈ ഒരു ഏരിയ വരുന്നത് 4276 മുതൽ 4242 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ല, പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ, കറന്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീക്കും പറഞ്ഞാണ് നമുക്കൊരു നല്ലൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഏരിയ ഗോൾഡിൽ നമുക്ക് ഒരുപാട് നാളായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ വീക്കും പ്രൊജക്ഷൻ കിട്ടി ഡൗൺ സൈഡിലോട്ട് വന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസും വരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ആണ്. ഇതൊരു 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ടാണ് പ്രൈസ് അപ്സൈഡിലോട്ട് പോകണമെങ്കിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് പ്രൈസ് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അത് വരുന്ന ഓൾമോസ്റ്റ് 4119 മുതൽ 4095 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലോട്ടാണ്. സോ ഗോൾഡിൽ നമുക്കൊരു നല്ലൊരു ബീറിഷ് മൊമെന്റ് ആണ് ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. പ്രൈസ് ഇവിടെ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ആയേക്കണേ. നമുക്കിനി നെക്സ്റ്റ് സപ്പോർട്ട് ഏരിയ വന്നിട്ടായിരിക്കും ഇനി ഒരു നല്ലൊരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്കിനി കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വീക്ക് ഞാൻ കുറച്ചും കൂടി ഒരു ബീറിഷ് ആണ് ഗോൾഡിൽ. അപ്പൊ ഇതാണ് ഗോൾഡിൽ നോക്കി വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്. ഇനി ബിറ്റ് കോയിനിൽ മേജർ ആയിട്ട് നോക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞാണ് ഈ ഒരു മേജർ ആയിട്ടുള്ള ഒരു പാരലൽ ചാനൽ നോക്കി വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പാരലൽ ചാനൽ ഫോം ആയപ്പോഴത്തേക്കും അത് ബ്രേക്ക് ഔട്ട് തന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കണ്ടിന്യൂഷൻ ക്രാഷ് ആണ് തന്നിട്ടുള്ളത്. സോ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. ആരെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പ്രോഫിറ്റിലായിരിക്കും ഇപ്പൊ കറന്റ് ഉണ്ടാവുക. സോ ഇത് നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ബിറ്റ് കോയിൻ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് കറന്റ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇത്രയും നല്ലൊരു പുഷ് കിട്ടാൻ കാരണമായിട്ടുണ്ടായിരുന്ന ഒരു ബയേഴ്സിന്റെ ഒരു പ്രസൻസ് ആണ് ഈ ഒരു ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണത്. അതുപോലെ തന്നെ നമ്മുടെ ബിറ്റ് കോയിൻ നോക്കുവാണെങ്കിൽ ഈ ഒരു പാരലൽ ചാനൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, നമ്മുടെ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ പ്രൈസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രാഷ് പിന്നെയും കണ്ടിന്യൂ ചെയ്തതായിട്ടാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത്. ആ ഒരു ചാർട്ടിന് അല്ലെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നമുക്ക് നോക്കിയാൽ ഈ ഒരു സെയിം രീതിയിലുള്ള ഒരു ക്രാഷ് നമുക്ക് മേ ബി ഇവിടെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് നാളെയും കൂടെ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. സോ വീക്കിലി ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇവിടെ നമുക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ വിച്ച് വാസ് എ ഹൈലി ബീറിഷ് സൈൻ ഫോർ ബിറ്റ് കോയിൻ. നമുക്ക് പിന്നെയും ഇതുപോലത്തെ ഒരു നല്ലൊരു ക്രാഷ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് ബിറ്റ് കോയിനിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കറന്റ് ഉള്ളൊരു മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 62,832 മുതൽ 59,475 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പ്രൈസിൽ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത് വരുന്നത് 75,923 മുതൽ 74,160 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിലോട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഞാനിവിടെ ബിറ്റ് കോയിന്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ ഒരു RSI എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്.
ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും സ്ട്രെങ്ത്തിനെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. സോ എപ്പോഴൊക്കെ പ്രൈസ് നമുക്കൊരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ എപ്പോഴൊക്കെ ഇവിടെ നമ്മുടെ ആ ഒരു സമയത്ത് ഇൻഡിക്കേറ്റർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതൊരു ബീറിഷ് ആയിട്ടുള്ള ഒരു സൈൻ ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ബയേഴ്സിന്റെ ആ ഒരു പ്രസൻസ് അവിടെ കഴിഞ്ഞു, ഒരു സെല്ലേഴ്സിന്റെ ഒരു പ്രസൻസ് ആണ് ഇനി നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഈ ഒരു ഹയർ ഹൈ വരികയും ഈ ഒരു ലോവർ ലോ വരികയും ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. സോ ബിറ്റ്കോയിൻ ഈ ഒരു സമയത്ത് നമ്മുടെ ഒരു 1,25,000 എത്തിയപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോം ആയതായിട്ട് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് നല്ലൊരു ക്രാഷ് ആണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു സെയിം കാര്യം നിങ്ങൾക്ക് പല തവണ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു സമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സെല്ലേഴ്സിന്റെ ഒരു പ്രസൻസ് അവിടെ കുറഞ്ഞു, ഇനി ബയേഴ്സ് ആക്റ്റീവ് ആവാൻ പോവാണ് എന്നുള്ളൊരു ചാൻസ് ആണ് കാണിച്ചു തരുന്നത്. അതിനുശേഷം നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് പിന്നീട് നമുക്ക് കുറെ മാസത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു സെയിം സമയത്ത് നമ്മുടെ RSI ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ബീറിഷ് ആയിട്ടുള്ള ഒരു സൈൻ ആണ്. പിന്നെ നമുക്ക് നല്ലൊരു ബീറിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പിന്നീട് കുറച്ച് മാസത്തേക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കറന്റ്ലി നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നമുക്കൊരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ നമ്മുടെ RSI നോക്കുവാണെങ്കിൽ ഒരു ഹയർ ഹൈ ഫോർമേഷനിലാണ് കറന്റ്ലി നിൽക്കുന്നത്, വിച്ച് വാസ് ഷോയിങ് ആസ് എ ബുള്ളിഷ് സെന്റിമെന്റ് ഫോർ ദ മാർക്കറ്റ്. ഈ ഒരു സൈൻ നമുക്ക് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അതിനുശേഷം നമുക്കൊരു ബുൾ മാർക്കറ്റ് ആണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു പാറ്റേൺ നമുക്ക് ഫോം ആവുന്നുണ്ട്, ഇനിയും നമുക്ക് കുറച്ചും കൂടെ ക്രാഷ് എക്സ്പെക്ട് ചെയ്യാം, അതിനുശേഷം ആയിരിക്കും നമുക്ക് ഒരു ബുൾ മാർക്കറ്റ് കാണാൻ പറ്റുക. സോ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. സോ മാർക്കറ്റ് എന്തായാലും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനും മാത്രം പോവുക. ഇനി നമുക്ക് മേജർ ആയിട്ട് അടുത്ത വീക്കിലോട്ടുള്ള ന്യൂസസ് ഏതാന്ന് നോക്കാം. ന്യൂസസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ അടുത്ത വീക്കിലോട്ട് നോക്കേണ്ടത് വെനസ്ഡേ 10-ാം തീയതി 6 മണിക്ക് ഒരു 4 ന്യൂസോളം ഉണ്ട് ഹൈ ഇമ്പാക്ട് ആയിട്ടുള്ള. അതുപോലെ തേഴ്സ്ഡേ 11-ാം തീയതി 6 മണിക്ക് 2 ന്യൂസും ഉണ്ട് ഹൈ ഇമ്പാക്ട് ഉള്ള. അടുത്ത വീക്കിൽ 2 ദിവസമാണ് മേജർ ആയിട്ടുള്ള ന്യൂസ് ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ ചിലപ്പോൾ വോളറ്റിലിറ്റി കുറവായിരിക്കും, അതുപോലെ ന്യൂസ് ഉള്ള ദിവസങ്ങളിൽ ഹൈ വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി, ഞാൻ താഴെ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീക്കിലി അനാലിസിസിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.